to all in the seminar topic documentation of experiments. Careful documentation of all the details of an experiment and subsequent reporting of these details in a written form are the integral parts എന്ന് വെച്ചാൽ essential parts of high quality research. Such documentation is necessary for the publication of research outcome and also for future reference and verification. Then ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് ഫോമിലുണ്ട്. ഒന്നാമത്തത് ലോഗ് ബുക്ക്, രണ്ടാമത്തത് നോട്ട് ബുക്ക്. ലോഗ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്രൈവറ്റ് ഡയറി എബൌട്ട് ദി എക്സ്പെരിമെൻറ്റ്. ദെൻ until recently it was a written document, but at present all the details about an experiment are stored in a single digital document. അവിടെ ഒരു ലോഗ് ബുക്കിൻ്റെ മാതൃക സൈഡിൽ കാണാൻ പറ്റും. ദെൻ നോട്ട് ബുക്ക്. നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ സിമിലർ ടു ലോഗ് ബുക്ക്, എ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ദി ഡെയിലി വർക്ക് ഓഫ് എ റിസർച്ച് പ്രൊജക്റ്റ്. അതിനാണ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഡീറ്റെയിൽസ് എബൌട്ട് ദി എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്, ദി ഡാറ്റ കളക്റ്റഡ്, എക്സ്പ്ലനേഷൻ ഓഫ് ദി അനാലിസിസ് പ്രൊസീജിയർ യൂസ്ഡ് ആൻഡ് ദി റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ്. ദെൻ നോട്ട്ബുക്കിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അതൊരു പെർമനൻറ്റ് റെക്കോർഡാണ്. അതായത് വിച്ച് കനോട്ട് ബി അൾട്ടേർഡ് ഇൻ എനി വേ. ഇതിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് റിമൂവ് ചെയ്യാനോ ഇറേസ് ചെയ്യാനോ സാധിക്കില്ല. അത് അലൗഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇതിൽ മാനിപ്പുലേഷൻസ് വരുത്തുന്നതൊക്കെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ ഈ ഒരു സയൻറ്റിഫിക് നോട്ട്ബുക്കിന് സെവറൽ പർപ്പസസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ provide a complete coverage of the work for preparing scientific paper, then helps other workers to replicate or repeat the same experiment, then provide valid evidence and supports in case of patent argument, then provide a solid base for the evaluation of the work if it is result is contradiction to the result of other studies. ഇവിടെയും ഒരു സയൻറ്റിഫിക് നോട്ട്ബുക്കിൻ്റെ ചെറുതായിട്ടുള്ളൊരു മാതൃകയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സയൻറ്റിഫിക് പേപ്പർ. സയൻറ്റിഫിക് പേപ്പർ എന്ന് പറയുമ്പോൾ ദി റിസൾട്ട്സ് ആൻഡ് കൺക്ലൂഷൻ ഓഫ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ആർ പബ്ലിഷ്ഡ് ആസ് ബുക്സ് ആൻഡ് സയൻറ്റിഫിക് പേപ്പേഴ്സ് ലൈക്ക് ഇൻ എനി കേസ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ദിസ് വോൾ വർക്ക് ഈസ് പ്രിപ്പയർഡ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അതിനാണ് നമ്മൾ സയൻറ്റിഫിക് പേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ഡോക്യുമെൻ്റ് ഓഫ് ദി ഒറിജിനൽ റിപ്പോർട്ട്. ഒരു ഇൻ്റർനാഷണൽ പാറ്റേൺ ഈ ഒരു സയൻറ്റിഫിക് പേപ്പറിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉണ്ട്. അതിൽ 4 സെക്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ, അതിനെ നമ്മൾ ക്യാപിറ്റൽ ഐ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. സെക്കൻഡ് വൺ മെത്തഡോളജി, അതിനെ ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. മൂന്നാമത്തത് റിസൾട്ട്സ്, അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആർ അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എ വെച്ചിട്ടോ ഡിനോട്ട് ചെയ്യും. എൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്കഷനാണ്. അതിനെ ക്യാപിറ്റൽ ലെറ്റർ ഡി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇതിനെ നമ്മൾ IMRAD പാറ്റേൺ എന്നാണ് പറയുന്നത്. ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അതുപോലെ തന്നെ ഇതിൻ്റെ വേർഷൻസും commonly used all over the world in preparing scientific papers. Then in some instance IRDAM pattern, ആ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മെത്തഡോളജി കംസ് ലാസ്റ്റ്. ഇതാണ് ആ ഒരു IMRADയുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സയൻറ്റിഫിക് പേപ്പറിന് 3 മേജർ സെക്ഷൻസ് ആണുള്ളത്. നെയിംലി പ്രിലിമിനറീസ്, ടെക്സ്റ്റ് ആൻഡ് ബിബ്ലിയോഗ്രഫി. പ്രിലിമിനറീസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ടൈറ്റിൽ പേജ്, അക്നോളജ്മെൻറ്റ്, ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ദി അബ്സ്ട്രാക്റ്റ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് പേപ്പറിൻ്റെ മെയിൻ ബോഡിനെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഫാക്ട്സ് വിച്ച് ഫ്രം
ദി ഗ്രൗണ്ട് ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കൺക്ലൂഷൻസ്. ഇതിന് 6 സബ്സെക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ, 2 റെഫറൻസ് ആൻഡ് റിവ്യൂ ഓഫ് പ്രീവിയസ് ലിറ്ററേച്ചർ, 3 മെത്തഡോളജി, 4 ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ട്സ്, 5 ഡിസ്കഷൻ ആൻഡ് ലാസ്റ്റ് 1 കൺക്ലൂഷൻ. ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോൾ റെഫറൻസ് മെറ്റീരിയലിൻ്റെ ആ ഒരു ലിസ്റ്റിനെയാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടെ സൈഡിൽ ബുക്കൊക്കെ റെഫർ ചെയ്യാൻ അങ്ങനെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ടേംസ്, ടൈറ്റിൽ പേജ്. എന്താണ് ടൈറ്റിൽ പേജ്? ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഫേസിംഗ് പേജ്. ഇറ്റ് കണ്ടെയ്ൻസ് ദി ടൈറ്റിൽ ഓഫ് ദി പ്രൊജക്റ്റ്, the name of those who have undertaken the study, the purpose for which the study has been made and the paper is presented, the name of the recognized institution to which the paper is submitted and the date of presentation and submission. Then പിന്നീട് വരുന്നത് acknowledgement. Acknowledgement എന്ന് പറയുമ്പോൾ placing on record of the names of the persons, institutions, organization, agencies, etc. in gratitude of the guidance, help, assistance, facilities, etc. they have provided for the study. Then table of contents. അതായത് അതൊരു ടാബുലാർ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി കണ്ടൻസ് ഓഫ് ദി പേപ്പർ എന്ന് പറയാം. അത് പ്രൊവൈഡ് ചെയ്യും എ ക്ലിയർ ഐഡിയ അബൌട്ട് ദി കണ്ടൻസ് ആൻഡ് ദി ഓർഡർ ആൻഡ് സീക്വൻസ് ഇൻ വിച്ച് ദേ ആർ നെറേറ്റഡ് ഇൻ ദി തീസിസ് ഓർ പേപ്പർ. അടുത്തത് അബ്സ്ട്രാക്റ്റ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എ വെരി ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സം ആൻഡ് സബ്സ്റ്റൻസസ് ഓഫ് ദി പ്രൊജക്റ്റ്. ദി അബ്സ്ട്രാക്റ്റ് ഷുഡ് ബി ആസ് ബ്രീഫ് ആസ് പോസിബിൾ, യൂഷ്വലി നോട്ട് എക്സീഡിങ് 200 words. ദെൻ വരുന്നത് സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈസ് പ്ലേസിങ് ജസ്റ്റ് ആഫ്റ്റർ ദി ടൈറ്റിൽ പേജ് ആൻഡ് എ ഡിക്ലറേഷൻ ഓഫ് ദി സ്റ്റുഡൻറ്റ് ഹാസ് ടു ബി പ്രൊവൈഡഡ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദി വർക്ക് ഈസ് ഒറിജിനൽ. അതുപോലെ ഡൺ ഓൾ ബൈ ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്. ഇറ്റ് ഹാസ് നോട്ട് ബി പ്രീവിയസ്ലി സബ്മിറ്റഡ് ടു എനി അതർ ബോഡി. അതുപോലെ നോർ ഇറ്റ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് ഏർലിയർ ഇൻ എനി ഫോം. Then it does not contain the data and result of any other study. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളത്. ദെൻ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ടെക്സ്റ്റ് ഓഫ് ദി പേപ്പർ, അതിനാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുക. ദെൻ റെഫറൻസ് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇറ്റ് വിൽ ബി enable the investigator to know whether the proposed study has been done earlier by somebody else, to know whether the techniques used are perfect, and to set the project in the right track. Then ഇതാണ് ആ ഒരു acknowledgement, table of contents, abstract എന്നിവയുടെയൊക്കെ ഒരു മാതൃക പോലെ ഉള്ളത്. ദെൻ മെത്തഡോളജി. മെത്തഡോളജി എന്ന് പറയുമ്പോൾ ഇസ് ദി സം ടോട്ടൽ ഓഫ് ദി മീൻസ്, മെറ്റീരിയൽസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എംപ്ലോയ്ഡ് ഇൻ ദി റിസർച്ച് വർക്ക്. മറ്റൊരു തരത്തിൽ പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് ദി മെറ്റീരിയൽസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ. ദെൻ റിസർച്ച് മെത്തഡോളജീസ് 2 തരത്തിലാണുള്ളത്. നെയിംലി ദോസ് എംപ്ലോയ്ഡ് ഫോർ ലബോറട്ടറി ഓറിയൻറ്റഡ് റിസർച്ച് ആൻഡ് ദോസ് എംപ്ലോയ്ഡ് ഫോർ field oriented research. The methodology of lab oriented researches include ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് എക്സ്പെരിമെൻ്റൽ സ്പെസിമെൻ ഓർ മെറ്റീരിയൽസ്, അതുപോലെ മെത്തേഡ് ഓഫ് സാമ്പിൾ സെലക്ഷൻ, എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് യൂസ്ഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ദെൻ ദി മെത്തഡോളജി ഓഫ് ഫീൽഡ് ഓറിയൻറ്റഡ് റിസർച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി സ്റ്റഡി ഏരിയ, മെത്തേഡ് ഓഫ് സാമ്പിൾ സെലക്ഷൻ, സ്റ്റഡി പീരിയഡ്, പ്രൊസീജിയർ യൂസ്ഡ് ഫോർ എക്സ്പെരിമെൻറ്റേഷൻ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ദെൻ ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ട്സ്. അതെന്ന് പറയുമ്പോൾ ദിസ് സെക്ഷൻ ഓഫ് എ സയൻറ്റിഫിക് പേപ്പർ കണ്ടെയ്ൻസ് ദി ഡാറ്റ കളക്റ്റഡ് ഇൻ ദി course of the investigation. This data are presented by way of textual discussions, tabular summaries and graphical illustrations for reporting the results.
അടുത്തത് പറയുന്ന ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദി തീസിസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് പേപ്പർ എന്ന് തന്നെ പറയാം. ഇറ്റ് കണ്ടെയ്ൻസ് വാലിഡ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ ടു substantiate the result, often with scientific analysis and interpretation of the data and results. Then conclusion എന്ന് പറയുമ്പോൾ it should be clear and supported by evidences. In presenting conclusion, evidence has to be summarized in order. Then നേരത്തെ പറഞ്ഞ bibliography അല്ലെങ്കിൽ reference list, it reveals the source from which relevant information has been collected for the successful completion of the study. Then last one എന്ന് പറയുമ്പോൾ appendix എന്ന് പറയുമ്പോൾ extra information. Appendix is the section that contains extra information. Usually it is given somewhere at the end of the thesis. Okay, then അടുത്തൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഓറൽ പ്രസൻറ്റേഷൻ ഓഫ് ദി തീസിസ്. ഓറൽ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈസ് ദി ഡയറക്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ദി മെത്തഡോളജി ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് എ റിസർച്ച് വർക്ക് ബിഫോർ എ പബ്ലിക് ഓഡിയൻസ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നു എ ചാൻസ് ഫോർ ഓഡിയൻസ് ടു ഡിസ്കസ്, analyze and criticize the various aspects of the research, and also നമുക്ക് നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന റിസർച്ചറിന് ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യാണ് ടു എക്സ്പ്ലെയിൻ ഹിസ് വ്യൂസ്, ടു നറേറ്റ് ഹിസ് ആർഗ്യുമെൻറ്റ്സ്, ടു കൺവിൻസിംഗ്ലി present his conclusions and to communicate his findings to the general public. ഈ ഒരു ഓറൽ പ്രസൻറ്റേഷൻ നമുക്ക് മോർ എഫക്റ്റീവും ഇൻട്രസ്റ്റിങ്ങും ആക്കാം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അതായത് ഓവർ ഹെഡ് പ്രൊജക്ടർ, ഫിലിം പ്രൊജക്ടർ, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ്, കമ്പ്യൂട്ടർ ആനിമേഷൻ തുടങ്ങിയവയിലൂടെയൊക്കെ നമുക്കിത് മോർ എഫക്റ്റീവ് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആക്കാൻ പറ്റും. ദി ഓറൽ പ്രസൻറ്റേഷൻ അതിന് റിക്വയർസ് സം പ്രിപ്പറേഷൻസ്, അതായത് such as writing of a sequence based script, preparation of summary and short notes, അതുപോലത്തെ preparation of diagrams, slides and other visual aids, അങ്ങനെയുള്ള കാര്യങ്ങൾ. Then അതിൻ്റെ ഒരു മാതൃക പോലെയുള്ള ഒരു ചിത്രമാണത്. താങ്ക് യു.